ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ആക്ച്വലി ഇന്ന് സാറ്റർഡേ ഇവിടെ ഒരു ഫ്ലീ മാർക്കറ്റ് ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പം ശരി, എന്നാൽ നിങ്ങളെയും കാണിക്കാൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്ന് വിചാരിച്ചു. ഒരാഴ്ചയായി ഞാൻ എങ്ങോട്ടെങ്കിലും പുറത്തിറങ്ങണം, ഈസ്റ്ററൊക്കെ ആയിട്ട് പുറത്ത് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ജലദോഷം, പനി, തൊണ്ടവേദന ഇതെല്ലാം പിടിച്ച് നാശകോശമായിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പോവാം. അപ്പോൾ നിങ്ങളും കുടിക്കോ? വാ, നമുക്ക് റെഡിയാവാം. ഓൾമോസ്റ്റ് റെഡിയായി. ഇനി കുറച്ച് നാളായിട്ട് ഇവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നന്നായിട്ട് മഞ്ഞ് പെയ്ത് ഫുള്ള് കുളമായി കിടക്കുകയാണ്. അറിയില്ല എന്താവുമെന്ന്. ഈ വെള്ളമൊക്കെ ഇട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നല്ല ചളമാവുമെന്ന് നമുക്ക് അറിയാം. നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് നടക്കാം. കുറേ സ്റ്റോൾസുകളുണ്ട് കേട്ടോ. നമുക്ക് എന്തൊക്കെയാണ് സ്റ്റോൾസുകൾ ഉള്ളതെന്നും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ കാണാം. അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സംഭവം അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ 1.5 ആഴ്ചത്തെ വീട്ടിലിരിപ്പിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. കുറേ ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായി. എൻ്റെ ഈസ്റ്റർ പ്ലാൻസ് എല്ലാം ഒരു പനിയും ജലദോഷവും കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഈ ഈസ്റ്റർ മാർക്കറ്റിങ്ങിലും ഉണ്ടല്ലോ എന്ന് സമാധാനിച്ചാണ് ഞാനീ നടക്കുന്നത്. ഇത് ഈ ടൗണിൻ്റെ മെയിൻ സ്ട്രീറ്റാണ്. ഇവിടെയാണ് ഈ മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതും ഒരൊറ്റ ദിവസം കൊണ്ട്. ശരിക്കും ഇവരെ സമ്മതിക്കണം. നല്ല സൂപ്പറായിട്ടാണ് ഓരോ സ്റ്റോളും സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് സാധനങ്ങൾ വിൽക്കുന്ന കുറേ സ്റ്റോൾസ് ഉണ്ട്. ക്ലോത്തിങ്സ് ഉണ്ട്, ജ്വല്ലറീസ് ഉണ്ട്, പിന്നെ പെറ്റ്സ് ഐറ്റംസ് ഉണ്ട്, കുറേ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഫുഡാണല്ലോ മുഖ്യം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ചീസ് സ്റ്റോൾ കണ്ടു. സംഭവം അടിപൊളിയായിട്ടുണ്ട്. കുറേ വെറൈറ്റീസ് ഓഫ് ചീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുള്ളിനോട് സംസാരിച്ചപ്പോൾ പുള്ളി ഗോതംബർഗിൽ നിന്നാണ് വന്നതെന്നാണ് പറഞ്ഞത്. ഗോതംബർഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ളൊരു ടൗണാണ് കേട്ടോ. അപ്പോൾ പുള്ളീൻ്റെ അടുത്തുനിന്ന് കുറേ സാമ്പിൾസൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. നല്ല തണുത്ത ക്ലൈമറ്റും നല്ല ചൂട് ഫുഡും അടിപൊളി കോമ്പിനേഷനാണ്. അങ്ങനെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നടക്കുമ്പോൾ ഈ ചേച്ചി ഞങ്ങൾ ഡിഫറെൻറ്റ് ഫ്ലേവേർഡ് ഒലീവ്സ് തന്നു. സംഭവം നല്ല കിട്ടിയില്ല ടേസ്റ്റായിരുന്നു. ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്കാരി ഞങ്ങൾക്ക് വെറൈറ്റീസ് ഓഫ് ചീസസും തന്നു കേട്ടോ. അതും കഴിച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. പൊതുവേ ഈ സ്ട്രീറ്റൊക്കെ കാലിയാണ് വീക്കെൻഡ്സിൽ. പുറത്ത് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഈ വീക്കെൻഡ് അടിപൊളിയാണ്. കുറേ ആൾക്കാർ എല്ലാവരും ഇങ്ങനെ ഫെസ്റ്റിവൽസും സെലിബ്രേഷൻസൊക്കെ ഉള്ളപ്പോൾ പുറത്തുണ്ടാവും. ശരിക്കും സ്വീറ്റ്സ് അടിപൊളിയാണ്. ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മളിവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അറിയാം ഇവരുടെ ഒരു എനർജി എന്താണ്, ഇവരുടെ ഒരു വൈബ് എന്താണെന്ന് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഈ ടൗണിൽ കൂടുതലും ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷനാണുള്ളത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കുറേ പെറ്റ് ഷോപ്സും പെറ്റ്സിനുള്ള കുറേ സ്റ്റോൾസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഡോഗ്സിനൊക്കെ ഉള്ള ഫുഡാണ് കേട്ടോ. ഇതാണ് സ്വീഡിഷുകാരുടെ ഫേവറേറ്റ് ലാക്രിറ്റ്സ് ഓർ ലിക്രിഷ്. സംഭവം ഭയങ്കര ഉപ്പാണ്. എനിക്ക് ഈ സാധനം ഇഷ്ടമേ അല്ല. ഇവിടെയുള്ളവർ എങ്ങനെയാണ് ഇത് ഇത്രയും എൻജോയ് ചെയ്ത് കഴിക്കുകയെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ സ്ട്രീറ്റിലെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സും നമ്മൾ കവർ ചെയ്തു. ഇനിയിപ്പോൾ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഗെയിംസ് ആൻഡ് റൈഡ്സ് ആണ്. ഇവിടെ നല്ല ക്രൗഡഡ് ആയിരിക്കുന്ന പ്രതീക്ഷിച്ചാണ് ഞാൻ ഇതിനകത്തോട്ട് കയറിയത്. പക്ഷെ അത്ര ക്രൗഡഡ് ഒന്നും അല്ല. കുറേ ഗെയിംസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്ത് ഗിഫ്റ്റ്സ് എടുക്കുന്ന പോലത്തെ കുറേ ഗെയിംസ് ഉണ്ട്, കുറേ റൈഡ്സ് ഉണ്ട്. അങ്ങനെ ഈ ഒരു സെക്ഷനിൽ പൊതുവെ ആൾക്കാർ കുറവായിരുന്നു. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് കിഡ്സ് കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാൽ കാണാം കഴിഞ്ഞ ദിവസം സ്നോ പെയ്തിട്ട് ഫുള്ള് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. എൻ്റെ ഡ്രസ്സിങ് വൻ ഫെയിലിയറായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ തണുപ്പടിക്കാൻ തുടങ്ങി. എന്നാലും അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ എല്ലാ റൈഡ്സും കയറി ഇറങ്ങി കണ്ടു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള റൈഡ്. ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ. അതും കണ്ടിട്ട് ഇനി ഇവിടെ നിന്നാൽ പന്തിയാവില്ല എന്ന് മനസ്സിലാക്കി ഒരടിപൊളി വീക്കെൻഡ് എൻജോയ് ചെയ്ത ഫീലിൽ
ഞാൻ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ.